ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 43 തൃണാവർദ്ധവകം. ശ്ലോകം 1. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോടും ഗാഢാതിരൂഢഗരിമാണമപാരയന്തി മാതാനിതായ ശയനേ കിമിദം ബദേതി ധ്യായന്ത്യചേഷ്ടദഗൃഹേഷു നിവിഷ്ടശങ്ക. പദം. ത്വാം ഏകദാ ഗുരുമരുത്പുരനാഥ ഓടും ഗാഠ അതിരൂഢ ഗരിമാണം അപാരയന്തി മാതാ നിധായ ശയനേ കിം ഇദം ബദ ഇതി ധ്യായന്തി അചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. അർത്ഥം. ഹേ ഗുരുവായൂരപ്പ, ഒരു നാൾ മാതാവായ യശോദയുടെ അംഗതലത്തിൽ ശയിച്ചുകൊണ്ടിരുന്ന അങ്ങയ്ക്ക് അസാധാരണമായി ഭാരം വർദ്ധിക്കുകയും അങ്ങയെ താങ്ങാൻ അശക്തിയായ മാതാവ് ആശ്ചര്യപരതന്ത്രമായി ഈ മാറ്റത്തിന് കാരണമെന്തെന്ന് ചിന്തിച്ച് അങ്ങയെ മഞ്ചത്തിൽ കിടത്തി ശങ്കാധീനയായി ഗ്രഹകാര്യങ്ങളിൽ വ്യാപൃതയാകുകയും ചെയ്തു. ശ്ലോകം 2. താവത് വിദൂര ഉപകർണിത ഘോരഘോഷ വ്യാജ്രംഭിഭാം സുപടലീ പരിപൂരിദാശഃ വാത്യാവബുത്സകില ദൈത്യവരസ്തൃണാവർത്ഥാഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. പദം. താവത് വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജ്രംഭി ഭാംസു പടലീ പരിപൂരിത ആശ വാത്യ വപുഹു സ കില ദൈത്യവര തൃണാവർത്ത ആഖ്യ ജഹാര ജനമാനസ ഹാരിണം ത്വം. അർത്ഥം. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കേൾക്കാവുന്ന ഭയങ്കര ശബ്ദത്തോടുകൂടി പൊടിപടലത്താൽ ദിക്കുകൾ മറച്ചുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അസുരനായകനായ തൃണാവർത്തൻ വരികയും സകലർക്കും ഛേദോഹരനായി വാണിരുന്ന അങ്ങയെ ഉയർത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ശ്ലോകം 3. ഉദ്ദാമപാംസ്തുതിമിരാഹത ദൃഷ്ടിപാദേ ദൃഷ്ടം കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദ്വാന്തവാപ്ത മാതാഭവന്തമവിലോക്യ ഭൃശം ദുരോധ. പദം. ഉദ്ദാമ പാംസു തിമിര ആഹത ദൃഷ്ടി പാദേ ദ്രഷ്ടും കിമപി അകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വദുപാന്തം ആപ്ത മാതാ ഭവന്തം അവിലോക്യ ഭൃശം രുരോധ. അർത്ഥം. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കേൾക്കാവുന്ന ഭയങ്കര നാദത്തോടുകൂടി പൊടിപടലത്താൽ ദിക്കുകൾ മറച്ചുകൊണ്ട് ശക്തിയേറിയ പൊടിപടലമുണ്ടാക്കിയ ഇരുട്ടിൽപ്പെട്ട് ഒന്നും കാണാൻ നിവർത്തിയില്ലാതെ ഗോപന്മാർ വലഞ്ഞു. അതിനിടയിൽ ഭീതയായ അങ്ങയുടെ മാതാവ് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് മുറവിളി കുട്ടി ഓടി വരികയും അങ്ങയെ കാണാതെ ഉറക്കം നിലവിളിക്കുകയും ചെയ്തു. ശ്ലോകം 4. താവത്സദാനവരോപിച ദീനമൂർത്തി ഭാവത്കഭാരപരിധാരണലൂനവേഗഃ സങ്കോചമാപതനുക്ഷതപാം സുഘോഷേ ഘോഷേ വ്യദായദഭവജ്ജനനീ നിനാദഃ. പദം. താവത് സ ദാനവവര അപി ച ദീനമൂർത്തി ഭാവത്ക ഭാര പരിധാരണ ലൂന വേഗഃ സങ്കോചം ആവ തദനു ക്ഷത പാംസു കോശേ ഘോഷേ വ്യദായത ഭവത് ജനനീ നിനാദഃ. അർത്ഥം. പെട്ടെന്ന് ശരീരം ക്ഷീണിച്ചുപോയ ആ രാക്ഷസൻ അങ്ങയുടെ ഭാരം വഹിക്കാൻ കഴിയാത്തവനായി തീർന്നു. അല്പസമയത്തിനുള്ളിൽ അവൻ ചലനമല്ലാത്തവനാകുകയും പൊടിപടലങ്ങൾ വീണൊതുങ്ങിയ ആമ്പാടിയിൽ അങ്ങയുടെ മാതാവിൻ്റെ നിലവിളി മാത്രം വ്യാപിക്കുകയും ചെയ്തു. ശ്ലോകം 5. രോദോപകർണനവശാതുപഗമ്യഗേഹം ക്രന്ദൽ സുനന്ദമുഖഗോപകുലേഷു ദീനഃ ത്വാം ദാനവസ്തൗഹിലമുക്തികരം മുമുക്ഷു ത്വയ്യപ്രമുഞ്ചതി പപാദവിയത് പ്രദേശാത്.
പദം രോധ ഉപകർണന വശാത് ഉപഗമ്യ ഗേഹം ക്രന്ദൽസു നന്ദ മുഖ ഗോപ കുലേഷു ദീനഃ ത്വാം ദാനവഃ തു അഖില മുക്തികരം മുമുക്ഷുഃ ത്വയി അപ്രമുഞ്ചതി പപാത വിയത് പ്രദേശാത്. അർത്ഥം: രോദനം കേട്ട് ഗൃഹത്തിലെത്തിയ നന്ദൻ മുതലായ ഗോപന്മാർ ദുഃഖഭാരത്താൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിഖില ലോകത്തിനും മുക്തിദായകനായ അങ്ങയെ തൃണാവർത്തൻ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അവനെ വിടാതായ അങ്ങയുടെ ഭാരത്താൽ അവൻ ക്ഷീണിച്ച് വശനായി ആകാശമണ്ഡലത്തിൽ നിന്നും താഴെ വീണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.